കൊച്ചി കോർപ്പറേഷനിൽ ബജറ്റ് കീറിയെറിഞ്ഞ് പ്രതിപക്ഷ പ്രതിഷേധം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ചട്ടലംഘനം എന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ഡെപ്യൂട്ടി മേയറെയും തന്നെയും പ്രതിപക്ഷം ശാരീരികമായി ആക്രമിച്ചുവെന്ന് മേയർ എം അനിൽകുമാർ ആരോപിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് ചട്ടലംഘനമാണെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ബജറ്റ് നഗരസഭയുടെ മേശപ്പുറത്ത് വച്ചതിന് പിന്നാലെ പ്രതിപക്ഷം അത് കീറിയെറിഞ്ഞു. നഗരസഭാ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വച്ചത് സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിച്ചുവെന്ന ഭരണപക്ഷത്തിന്റെ വാദം പ്രതിപക്ഷ കൗൺസിലർമാർ തള്ളി. തുടർന്ന് വീണ്ടും പ്രതിഷേധം. ഡെപ്യൂട്ടി മേയർക്കും തനിക്കും നേരെ ശാരീരിക ആക്രമണം നടന്നുവെന്ന് മേയർ ആരോപിച്ചു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണ് ആക്രമണമെന്നും മേയർ. ഒരു വനിതാ ഡെപ്യൂട്ടി മേയർ അവരുടെ പ്രസംഗം വായിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് പുരുഷന്മാരുൾപ്പെടെയുള്ള അംഗങ്ങൾ ഇടിച്ചു കയറുകയും വനിതകളെ കൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള ഇപ്പൊ എന്റെ മേല് തന്നെ മാന്തിയ ഒരു ഇതുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മേയറെയൊക്കെ കയറി അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാറില്ല. മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഫൈനാൻസ് കമ്മിറ്റി അംഗീകരിക്കാത്ത കണക്കാണ് ഇന്നിവിടെ ബഡ്ജറ്റ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഒരു വരവ് ചെലവോ അല്ലെങ്കിൽ മറ്റുള്ള കണക്കുകളോ ഒന്നും പ്രതിപാദിക്കാതെ ഒരു കണക്ക് കൊണ്ടുവന്ന് അങ്ങ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. 290 പ്രകാരം മേയർ അവിടെ ഡയസിൽ തന്നെ വായിച്ചു. 290 പ്രകാരം ഫൈനാൻസ് കമ്മിറ്റി വീഴ്ച വരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ഫൈനാൻസ് കമ്മിറ്റി വീഴ്ച വരുത്തിയെന്ന് ഓപ്പണായിട്ട് പത്രക്കാരനെ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കൗൺസിലിലും അദ്ദേഹം എടുത്തു പറഞ്ഞത് ഫൈനാൻസ് കമ്മിറ്റി രാജിവെച്ചേ പറ്റുള്ളൂ. ഫൈനാൻസ് ഡെപ്യൂട്ടി മേയറുടെ ഓഫീസ് പൂട്ടി കുത്തിയിരുന്ന് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. CPI തർക്കത്തെ തുടർന്നാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ പോയതെന്ന ആരോപണവുമുണ്ട്. 24 കൊച്ചി.